ഞാൻ ആക്ച്വലി ഇന്ന് പനീർ ബിരിയാണി ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നതിൽ നല്ലത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണെന്നുള്ളത്. നല്ലാണോ? ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പനീറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ എന്തോ ഒരു കുക്കിങ്ങിൻ്റെ ഇതിലാണ്. ഞാൻ ആക്ച്വലി ഇന്ന് പനീർ ബിരിയാണി ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നതിൽ നല്ലത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണെന്നുള്ളതാണ്. ഫ്ലോപ്പ് ആണെങ്കിലും സക്സസ് ആണെങ്കിലും ഞാൻ കാണിക്കും. കാരണം ബിരിയാണി ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം എന്തോ ഞാൻ വെച്ചിട്ടുള്ളൂ കോട്ടയത്ത് വെച്ചിട്ട്. അത് കുഴപ്പമില്ലായിരുന്നു. അത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഒരുവിധം ഒത്തു. അങ്ങനെ ഭയങ്കര സക്സസ്ഫുള്ളാണെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് റൈസ് എന്തോ ഇങ്ങനെ കുഴഞ്ഞു പോയി. പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന പനീർ ബിരിയാണി. ഞാൻ ഈ കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഈ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാനൊരു ചേച്ചി ഉണ്ടാക്കുന്ന കണ്ടതാണ് ഈ ഒരു പനീർ ബിരിയാണി. അപ്പോൾ ഉണ്ടാക്കാനൊരു മോഹം, കഴിക്കാനൊരു മോഹം. അതുകൊണ്ട് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്ന ഒരു പിടുത്തമില്ല. അപ്പോൾ ആദ്യം ഞാൻ ഈ പനീർ ഒന്ന് കൊച്ചു കട്ടയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, എനിക്ക് ഈ പനീർ ചുമ്മാ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചുമ്മാ തിന്നാമെന്ന് അറിയില്ല, വയറിന് കേടാന്നൊക്കെ എൻ്റെ അമ്മ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രഷർ കുക്കറിൽ കാട്ടല്ല. ഞാൻ ഇതിലാകുമ്പം എനിക്ക് എളുപ്പമാണ്. ഞാൻ അഗാരയുടെ ഈ ഒരു നേരത്തെ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ. നമുക്ക് ഇതിനകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്താകുമ്പം അടിയിലൊന്നും വലിയ കാര്യമായിട്ട് പിടിക്കില്ല. മറ്റത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും. അപ്പം ഞാൻ ഇതിനകത്താകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ഏകദേശം ഒരു 5 ലിറ്ററിൻ്റെയാണ് ഈ കുക്കർ. അപ്പം അത്യാവശ്യം ഒരു 5-6 പേർക്കുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ സോട്ട് ചെയ്യാം, എല്ലാം തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വേറെ വേറെ ചെയ്യണ്ടേ. അപ്പോൾ ഇതിനകത്ത് സോട്ട് ചെയ്ത് ഇതിനകത്ത് തന്നെ ഞാൻ എല്ലാം കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പ്രഷർ കുക്കറിൽ ഏകദേശം 5 ലിറ്ററോളം അരി നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതായത് 1.5 കിലോ ഏകദേശം വരും. അതുപോലെ അകത്തെ ഒരു സെറാമിക് കോട്ടഡ് ബൗളാണ് വരുന്നത്. അത് 2 മില്ലിമീറ്റർ ആണ് അതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടി പിടിക്കുകയോ അങ്ങനെ കരിയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ സേഫ്റ്റി ഫുൾ മെഷർ, നമ്മൾ കറക്റ്റായിട്ടൊന്നും ലോക്ക്ഡ് അല്ലെങ്കിൽ ഇത് ഓൺ പോലും ആകത്തില്ല. സോ സേഫ്റ്റി എൻഷുർഡ് ആണ്. പിന്നെ 1 ടച്ച് ഓപ്ഷനാണ് ഇതിലുള്ളത്. അതുപോലെ നമുക്ക് കീപ്പ് വാം ഫംഗ്ഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്നത് വരെ ഫുഡ് വാമായിട്ടിരിക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 1 ഇയർ വാറണ്ടിയാണുള്ളത്. കോഡും മറ്റ് ഒരുപാട് ആക്സസറീസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് കൈ പൊള്ളാതെ എടുക്കാനൊരു സ്റ്റീമർ, ദെൻ 6 ലിറ്ററിൻ്റെ ഒരു എന്താ ഇതിന് പറയുന്നത്, ചരുവം. നമ്മുടെ നാട്ടിൽ ചരുവം എന്ന് പറയും. അല്ലെങ്കിൽ കൈ പൊള്ളാതെ എടുക്കാനുള്ള ഗ്ലൗസ്, ഒരു സിലിക്കൺ ടൈപ്പ് ഗ്ലൗസ് ആണ് കേട്ടോ അത്. പിന്നെ ഒരു കുഞ്ഞി സ്റ്റാൻഡ്, നമുക്ക് എന്തെങ്കിലും ബേക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യാം. നമുക്കിതിന് വേണ്ട കാര്യങ്ങൾ, ഞാൻ അരി ഒരു അരമണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് ഇടണം. ഞാനിതിട്ട് ഒരു 15 മിനിറ്റ്സ് ആയി. 15 മിനിറ്റ്സും കൂടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പെരുംജീരകം, ഇത് ഞാൻ കഴിച്ച പനീർ, ഇത് സാദാ ജീരകം, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ ബേ ലീഫ്, സിന്നമൺ സ്റ്റിക്ക്, ഏലക്ക, ഗ്രാമ്പു, മറ്റേ തക്കോലം, പിന്നെ തക്കാളി, സവോള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നെയ്യ്, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് സവോള ഒന്ന് അരിയണം, തക്കാളി ഒന്ന് അരിയണം. നമുക്കിനി ആദ്യം ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഓയിലൊന്ന് ഒഴിക്കട്ടെ. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ. ഇനി അതിലേക്ക് ബേ ലീഫ്, പട്ട,
ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ. എന്താ അക്ഷയ മാത്രമോ തീരുന്നില്ലല്ലോ. നമുക്കതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ സവാള ഒന്ന് കട്ട് ചെയ്യാം. ഓരോന്നായിട്ടൊന്ന് തിരിച്ചിടാം. ഓരോന്നായിട്ട് മറിച്ചിടുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഫ്രൈ ആകുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അത് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ. നമുക്ക് ഇതിൽ നിന്ന് ഫ്രൈ ആയ പനീർ മാത്രം ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി ഗ്രാമ്പൂവും ഏലക്കയൊക്കെ ഇതിനകത്ത് തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം, ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, സവോള, തക്കാളി, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതേ അളവിൽ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കുക.
തെലുങ്ക്. ആരാടാ ഇത്? ഫിസിക്സ് വാല. ഞാൻ അതിന് ഫിസിക്സ് പഠിക്കുന്നില്ലല്ലോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആഹാ, ടേസ്റ്റ് നല്ലതായാൽ മതിയായിരിക്കും. അവരുണ്ടാക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി. 2 പച്ചമുളകും കൂടി ഇടണേ. സാധാരണ ഞാൻ ഉപ്പാണ് ഇടാൻ മറക്കാറ്. ഓ, ഇതിൻ്റെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് 1/2 മണിക്കൂറായിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇട്ടത് ഈ ഒരു കപ്പ്, ഈ ഒരു പാത്രത്തിൽ ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയെ കാട്ടി കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒരു വിസിൽ, ആ ഒരു ടൈം, സാധാരണ കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ ആ ഒരു ടൈമിൽ കുക്ക് ചെയ്യാം. ആദ്യം ഒന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു 1/2 നാരങ്ങ പിഴിഞ്ഞ്, ഈ കത്രികയ്ക്ക് മൂർച്ചില്ല, സോറി കത്രികയല്ല കത്തി, ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞെടുക്കുക. ഒരു പുളിയും കിട്ടും, ചോറൊന്നും ഒട്ടത്തുമില്ല. ഇനി നമുക്ക് ഈ ഒരു പ്രഷർ കുക്കർ അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് ഓക്കെ. എന്നിട്ട് ഇതിൽ നമുക്ക് പ്രഷർ കുക്കറിൻ്റെ ഓപ്ഷനുണ്ട്. നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പോൾട്രി, മീറ്റ്, ബീൻ ചില്ലി, സൂപ്പ് ഉണ്ടാക്കാം, റൈസ്, മൾട്ടിഗ്രെയിൻ, കഞ്ഞി, യോഗട്ട്, കേക്ക്, എഗ്ഗ്, ഇങ്ങനെ നമുക്കിതിനകത്ത് പ്രഷർ കുക്കർ കൊടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് കുക്കായാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ്സ് തൽക്കാലം സെറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം. നമുക്ക് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോകാനായിട്ട് ദേ ഇവിടെ ഇതിന് തന്നെ ഒരു ഇതൊക്കെയുണ്ട്, ലൈക്ക് ഒരു ക്യാപ്പൊക്കെ ഉണ്ട്, ഇതിലേക്ക് വീണോളും. പിന്നെ നമുക്കിവിടെ സ്പൂണൊക്കെ ഹോൾഡ് ചെയ്യാനൊരു ബാക്കിലൊരു ഇത് ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. വാവ്, സക്സസ്! ആദ്യമായിട്ടാണ് ഒരു പരിപാടി അവതരിപ്പിച്ച് നന്നാവുന്നത്. സാധാരണ ഉണ്ടല്ലോ വെള്ളം കൂടുതലായിരിക്കും. ഇത് കറക്റ്റായി. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് ഇളക്കാൻ തോന്നുന്നില്ലല്ലോ ദൈവമേ. ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് മിക്സ് ചെയ്ത് പനീരും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില കുറച്ചിടണമെങ്കിൽ ഇട്ടാൽ മതി, എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ പൊതുവേ അങ്ങനെ ആരും മല്ലിയില യൂസ് ചെയ്യുന്നവരല്ല. എന്നാലും ഞാനൊരു അതിനകത്ത് ആ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഹായ്. ഓക്കെ, ഇനി നമുക്ക് പനീർ ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് വേവിക്കണം. എന്നാലേ അതിൻ്റെയും കൂടെ ഫ്ലേവർ ഇറങ്ങുള്ളൂ.
കുറച്ച് നേരം കൂടെ ഒന്ന് സ്റ്റീം ചെയ്യാം. ഒന്നിരുന്ന് സെറ്റാവട്ടെ. കൈ ഒന്ന് കൊള്ളാതിരിക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരുന്നു. പണ്ടൊരു മാഡാണോ, മാഡ് എന്ന് പറഞ്ഞ പോഗോയിലൊരു പോഗോ ചാനലിൽ ഇങ്ങനെ സാധനം വരുന്നില്ലല്ലോ. എനിക്കിത് കാണുമ്പോഴെല്ലാം അത് ഓർമ്മ വരും. പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് ചാനലായിരുന്നു പോഗോ. പിന്നെ തക്കേഷീസ് കാസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒക്കെ അറിയാമോ? നിങ്ങൾക്കറിയാമോ തക്കേഷീസ് കാസിൽ? അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അച്ഛനെയും അമ്മയും വിളിച്ച് ടെസ്റ്റ് ചെയ്യാം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതിയേ. അച്ഛ ഒരുപാട് സത്യം പറയണ്ട. അച്ഛൻ ചിലപ്പോൾ വല്ലാണ്ട് സത്യം പറഞ്ഞു കളയും. പണ്ട് എൻ്റെ ഫ്രണ്ടിന് ചായ കൊടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അയ്യോ നീ ഉണ്ടാക്കിയതാണേ വേണ്ടാന്ന് പറഞ്ഞ ടീമാ. അതുകൊണ്ട് കുറച്ച് നയത്തിലൊക്കെ നല്ലാണോ? ശേ, ഇനി എൻ്റെ കുഞ്ഞാവയ്ക്കൊന്ന് ഇച്ചിരി കൊടുക്കട്ടെ. റൂബിന് മാത്രം ആരും ടേസ്റ്റ് ചെയ്യാനൊന്നും തന്നില്ലേ കണ്ണാ? ഒറ്റ പൊന്ന് കൊള്ളാവോ? താങ്ക്സ്. എൻ്റെ മക്കൾ നല്ലതാണോ എന്നൊന്ന് പറഞ്ഞേ. ബാ ചൂടാ. ആ നല്ലതാണോ? നല്ലാണ്ട് അവളെ കഴിച്ച. സാധാരണ ചീത്തയാണെങ്കിൽ അവൾ തുപ്പി കളയാറുണ്ട്. ബിരിയാണി വേണോ? ഇനി ചിത്തരാ. അവളുടെ പ്ലേറ്റ് എന്ത് ചെയ്യേ? പ്ലേറ്റിൽ തരാം. ബാ എൻ്റെ റൂബി പൊന്നിനും കൂടി ഇച്ചിരി കൊടുക്കട്ടെ. മിക്കവാറും ചോറ് കഴിക്കത്തില്ല. ഇവളുടെ സ്വഭാവം വെച്ചിട്ട് പനീർ മാത്രം കഴിച്ചിട്ട്. ആദ്യം ശകലം ഇട്ടു. ചൂടാ. ഓ തായ് ഇങ്ങോട്ട്. ചൂടാ മക്കളെ, പൊള്ളും. പനീർ വേണോ ഇച്ചിരി? പനീർ കാഷ്നട്ട്. ആ ആ കാഷ്നട്ട് കഴിച്ചില്ല. നീ പനീർ തന്നെ നിൽക്കുകയാണോ? ചൂട് 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 മാറിയിട്ട് തരാം. വേറെ വല്ല പട്ടിയാണെങ്കിൽ ഇപ്പം എന്നെ കടി ഇടത്തില്ല. എൻ്റെ കൊച്ചെന്നെ കടിക്കത്തില്ലെന്ന് തോന്നുന്നല്ലേ മക്കളെ? ഞാൻ പനീർ ആ ചോറിൽ ഇച്ചിരി ഞെരിടിയേ. അതത്ര പിടിച്ചില്ല. അവൾക്ക് പനീർ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പനീർ തപ്പിയെടുത്ത് കഴിക്കുക. നല്ലയാണോ? കരിഞ്ഞ ഭാഗമൊന്നും സാറ് കഴിക്കുകയില്ല കേട്ടോ. അപ്പം നല്ലതായതുകൊണ്ട് എൻ്റെ സാധാരണ ഇവളങ്ങനെ കഴിക്കുകയല്ല ഒന്നും. നമ്മൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും അല്ല, ഇവർക്ക് സ്പെഷ്യലായിട്ട് വേറെ ഒരു ടൈപ്പ് കുക്കിങ്ങിലാണ് കൊടുക്കുന്നത്. നമ്മുടെ നോർമൽ കറി ആണെങ്കിലും ഒന്നും കഴിക്കില്ല. പിന്നെ കഴിക്കും KFC ചിക്കനും അതൊക്കെ ആണെങ്കിൽ എൻ്റെ മോള് നന്നായിട്ട് കഴിച്ചോളും. സായി പറഞ്ഞിട്ടുണ്ടോ പോയിട്ട് വരുമ്പോൾ ഇവിടെ കാണണമെന്ന്. അവൻ്റെ ഫേവറേറ്റാ പനീർ. ആ എൻ്റെ കൊച്ചു മൊത്തം കഴിച്ചല്ലോ. ആ ഇഷ്ടപ്പെട്ടോ? കണ്ണന് എൻ്റെ വേറെ ഇല്ല. അതേ ഉള്ളൂ. ഇത് കഴിക്കേ. കുറച്ച് എടുത്തോ മതിയോ? അപ്പം അച്ഛനും അമ്മയും സത്യസന്ധമായിട്ട് നല്ലതാന്ന് പറഞ്ഞു.
അതെന്താ പുറത്തെടുത്തിരുന്നേ? കരിഞ്ച പനീർ. ആ വെറുതെ കരിഞ്ഞ പനീർ എടുത്ത് പുറത്തെടുത്തിട്ട്. ഇനി കള്ളി ഞങ്ങൾ ഇന്നലെ പോയി സ്റ്റിച്ചൊക്കെ എടുത്ത് സുന്ദരിയായി. ഇതുകൂടെ കഴിച്ചു. ആ പപ്പടത്തിൻ്റെ കൂടെ നല്ലതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് പരീക്ഷണം സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. ചുമ്മാ തള്ളിയതല്ലല്ലോ അല്ലേ? അല്ല, അമ്മ അച്ഛനും ഫുള്ള് കഴിച്ചു. അപ്പോൾ അത് അച്ഛൻ സാധാരണ അങ്ങനെയൊന്നും പറയാറില്ല. ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ കൊച്ചു കഴിച്ചു. എനിക്ക് അതാണ് ഏറ്റവും വലിയ ഇത്. അവൾ അങ്ങനെ കഴിക്കുന്നതെല്ലാം മൊത്തം കഴിച്ച്. അവൾക്ക് അവളുടെ ചോറ്, ചൂര മീൻ, ചിക്കൻ പുഴുങ്ങിയത്, കഴിഞ്ഞ ജന്മത്തിൽ അറബിയായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാതെ സ്പൈസ് ഒന്നും ഇഷ്ടമല്ല. അത് പുഴുങ്ങിയ ചിക്കൻ അതൊക്കെ ഇഷ്ടമുള്ളൂ സാറിന്. അപ്പോൾ കഴിച്ച സ്ഥിതിക്ക് ഗുഡായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണോ എന്ന് പറയണേ. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം സക്സസ്ഫുൾ ആയി. എന്താ? ഓ പിന്നെ അറബിയാണെന്ന് ചോദിക്കുന്ന പുഴുങ്ങിയ ചിക്കൻ കഴിക്കുന്നത് അറബികളല്ലേ? ഇങ്ങനെ എല്ലാം പേടിച്ച് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അമ്മയ്ക്ക് ഭയങ്കര പേടി. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയുന്ന വിവാദമാവുമെന്ന് അമ്മയ്ക്ക് അത് പൊങ്കാലയോടുകൂടി മതിയായെന്ന് തോന്നും. ഓക്കെ, അപ്പം എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.